ഗ്രേറ്റ് ഹിമാലയൻ റൈഡിന്റെ ഭാഗമായിട്ട് ഉത്തരാഖണ്ഡ് എക്സ്പ്ലോർ ചെയ്യുമ്പോഴാണ് വാലി ഓഫ് ഫ്ലവേഴ്സ് പോകാനുള്ള ഒരു ആഗ്രഹം തോന്നുന്നത്. ഉത്തരകാശിയും ഗംഗോത്രിയൊക്കെ കറങ്ങി വാലി ഓഫ് ഫ്ലവേഴ്സ് ട്രക്കിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ടുള്ള ബദ്രിനാഥ് റൂട്ടിലുള്ള ഗോവിന്ദ് ഘാട്ടിൽ എത്തിപ്പെടാനുള്ള പെടാപ്പാട് തുടങ്ങിയിട്ട് 7 ദിവസമായി. മഴയും മണ്ണിടിച്ചിലും ഷൂട്ടിംഗ് സ്റ്റോൺസും അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി പ്രകൃതി യാത്ര മുടക്കിക്കൊണ്ടേയിരുന്നു. എല്ലാം കഴിഞ്ഞ് ഗോവിന്ദ് ഘാട്ട് എത്തുന്നതിന് വെറും 40 കിലോമീറ്റർ മുന്നേ ബദ്രിനാഥ് റൂട്ടിലെ ഭീകരമായ ലാൻഡ് സ്ലൈഡ് കാരണം വീണ്ടും ഒരു 4 ദിവസം യാത്ര മുടങ്ങി. വഴി ക്ലിയർ ആവാൻ ജോഷിമഠിൽ നിന്ന് 35 കിലോമീറ്റർ മാറി പീപ്പൽ കോട്ടിയിൽ താമസിച്ച് കാത്തിരുന്ന് ഇന്ന് വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. വാലി ഓഫ് ഫ്ലവേഴ്സും ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സിഖ് മതവിശ്വാസികളുടെ പ്രിയപ്പെട്ട ഹേംകുണ്ട് സാഹിബ് ഗുരുദ്വാരയും എത്തിപ്പിടിക്കാനുള്ള യാത്ര. ഇന്ന് ഗോവിന്ദ് ഘാട്ടിൽ ചെന്ന് താമസിച്ച് നാളെ 4 കിലോമീറ്റർ ജീപ്പ് എടുത്ത് പുല്ല ഗ്രാമത്തിൽ പോയി അവിടെ നിന്ന് 13 കിലോമീറ്റർ നടന്ന് വേണം വാലി ഓഫ് ഫ്ലവേഴ്സ് ട്രക്കിന്റെ ബേസ് പോയിന്റ് ആയിട്ടുള്ള ഗാംഗ്രിയയിലെത്താൻ. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ. ഗ്രേറ്റ് ഹിമാലയൻ റൈഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പീപ്പൽ കോട്ടിൽ നിന്ന് നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് രാവിലെ ഇറങ്ങി ഒരു 10 കിലോമീറ്റർ പോകുന്നുണ്ടാവും കേട്ടോ. ഒരു മലയുടെ മുകളിൽ മണ്ണ് നേരത്തെ ഇടിഞ്ഞാട്ടോ. ഇന്നലെ ഞാൻ ഈ വഴിയൊക്കെ പോയതാണ്. അപ്പോൾ ഇതിൽ ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അവരെന്തോ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറായിട്ടോ, 30 മിനിറ്റിൻ്റെ അടുത്തായിട്ട് ഇവിടെ ഇങ്ങനെ ആ JCB മുകളിൽ നിന്ന് മണ്ണും കല്ലൊക്കെ തട്ടിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഭാഗം മൊത്തം പോയേക്കാണ് കേട്ടോ. അവിടെ മൊത്തം കല്ലാണ്. ഇനി ഈ വണ്ടികൾക്കൊന്നും പോകാൻ പറ്റില്ല, കാരണം ഈ സംഭവം കൊണ്ട് ഇനി റിമൂവ് ചെയ്യുമെന്ന് തോന്നുന്നു. ഈ ഒരു JCB പോയിട്ട് എൻ്റെ അമ്മ പാറകല്ല് പോകണത് വലുത്. അപ്പോൾ ഈ സാധനമൊക്കെ അവിടെ നിന്ന് ക്ലിയർ ചെയ്താലേ ഇവൻ ബൈക്കിന് വരെ ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാണ്. എല്ലാവരും ഉണ്ട്. വെയിലുണ്ട്, എന്നാലും അത്ര ചൂടില്ല. കുറേ ആൾക്കാരുണ്ട്. വണ്ടികൾ ഇങ്ങനെ ലൈനായിട്ട് ഇതേ ബാക്കിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. ഇന്ന് ഗോവിന്ദ് ഘാട്ടിലേക്ക് എത്തുന്നുള്ളൊരു ഐഡിയയിലാണ് പോണേ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഹരി, വെൽക്കം ടു ടിൻ പിൻ സ്റ്റോറീസ്. നമ്മൾ ലാൻഡ് സ്ലൈഡിന്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അവിടെ നിന്നൊക്കെ അതേ വണ്ടികൾ വരുന്നുണ്ട്. ഇവിടെ ലോറികളൊക്കെ പിടിച്ചിട്ടേക്കാം. ലോറികളൊന്നും പോയില്ല. എനിക്ക് എക്കാണ് കേട്ടോ, അതാണ് ഇടയ്ക്ക് സൗണ്ട് കേൾക്കണേ. ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, നമുക്ക് കയറാം കേട്ടോ. സൈഡിൽ നിന്ന് വണ്ടികളെ അധികം വിടുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു അറ്റ് എ ടൈം ഒരു വണ്ടിക്ക് പോകാനുള്ള സ്ഥലമേ ഉണ്ടാവുള്ളൂ, ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ. എൻ്റെ എഡ്ജിൽ കൂടെയാണ് ആ ലോറി വരുന്നത് കേട്ടോ. എൻ്റെ ദൈവമേ, എന്താലേ! ഈ ഭാഗം മൊത്തം അടർന്നു പോയതാണ്. സമ്മതിക്കണം കേട്ടോ അവർ ഇത്രയും ദിവസം കൊണ്ട് ഇതിങ്ങനെ ആക്കി എടുക്കണമെങ്കിൽ. ഭയങ്കര കേട്ടോ, സമ്മതിക്കണം, ശരിക്കും സമ്മതിച്ചു കൊടുക്കണം. എത്ര കഷ്ടപ്പെട്ടേക്കണമെന്നറിയോ. നമ്മൾ അതിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോഴല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ആ പാറ പൊട്ടിച്ച് കളയണ സമയത്ത് അപ്പോൾ പാറ ഇടിഞ്ഞു വരിക, എന്നിട്ട് ഈ പണി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഓടുകയാണ്. എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് അവരിതൊക്കെ ചെയ്യണമെന്ന് ആലോചിക്കണം. അപ്പോൾ നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റൂം കണ്ടുപിടിക്കണം കേട്ടോ. അത്യാവശ്യം ചീപ്പായിട്ട് കണ്ടുപിടിക്കണം. കാരണം അടുത്ത 2 ദിവസം നമ്മൾ ഇവിടുന്ന് പോയാലും നമ്മുടെ ബാഗും സാധനങ്ങളൊക്കെ റൂമിൽ വെച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. नहीं, मैं आज ही आया. कल खुल गया ना, तो आज ही आया. कोई बात नहीं, ठीक है. मैं आगे नहीं जा रहा हूँ, ये होटल देखने के लिए जा रहा हूँ. कोई बात नहीं. നമ്മൾ കഴിഞ്ഞ ദിവസം റോഡ് ബ്ലോക്ക് ചെയ്തില്ലേ, അപ്പോൾ സംസാരിച്ച ആ പോലീസുകാരനാണ് കേട്ടോ.
അപ്പോൾ ഞാനിങ്ങനെ ആളെന്നെ കണ്ടപ്പോൾ പറഞ്ഞു അങ്ങോട്ട് പോകല്ലേ അവിടെ കല്ല് വീണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഈ ഹോട്ടലിലേക്ക് വന്നതാണ്, ഹോട്ടൽ നോക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞ ദിവസം കണ്ട ആളല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആളതേന്ന് പറഞ്ഞു. ആൾക്ക് സന്തോഷമായിട്ടോ, ആളെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു, പാവം മനുഷ്യൻ. നമുക്ക് 600 രൂപയ്ക്ക് ഒരു റൂം കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വേറെ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്, അവരുടെ 1000 അത്ര മേടിച്ച്, അതുകൊണ്ട് അവർ അകത്ത് കയറിയിട്ട് ചെക്ക് ഇൻ ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ മാറി പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ ലോക്കറിൽ സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ബാഗിന് 100 രൂപ. അപ്പോൾ എത്ര ദിവസം, നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ് വന്നാലോ 2 ദിവസം കഴിഞ്ഞ് വന്നാലോ 3 ദിവസം കഴിഞ്ഞ് വന്നാലോ 100 രൂപ. ഇന്ന് 2 ബാഗുണ്ട്. അപ്പോൾ 200 രൂപയ്ക്ക് നമുക്ക് ഈ സാധനം ഇവിടെ വെച്ചിട്ട് നമുക്ക് റൂം എടുക്കേണ്ട ആവശ്യമില്ല. ആകെ ഒരു പ്രശ്നമുള്ളത് ഇവിടെ കറണ്ട് ഇല്ല, നോ പവർ സിൻസ് യെസ്റ്റർഡേ രാവിലെ. റൂം ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാണല്ലോ, ഒട്ടും വെളിച്ചില്ല, മൊത്തം ഇരുട്ടാണ്, കറണ്ട് ഇല്ലാത്തതുകൊണ്ട്. ചേട്ടനെത്തണ്ട് കണ്ട് പേടിക്കരുത്, ചേട്ടൻ വെള്ളം തരാൻ വന്നതാണ്. അപ്പോൾ ഇതാണ് റൂം. ഞാൻ കണ്ടിട്ടില്ല, ഞാനിങ്ങനെ തന്നെ കണ്ടേക്കണേ, ഒന്നും മനസ്സിലാവണില്ല, വൃത്തിയുള്ള റൂമാണെന്നും മനസ്സിലാവണില്ല കേട്ടോ. അപ്പോൾ എന്തായാലും മെയിൻ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞില്ല, കറണ്ടില്ല. ഇന്ന് വരുമെന്നറിയില്ല, ചിലപ്പോൾ നാളെ വരുള്ളൂ, ചിലപ്പോൾ മറ്റന്നാളെ വരുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ബാറ്ററി ക്യാമറയിലത്തെയും ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നത്തെ കാഴ്ചകൾ അവിടെ നിർത്തുകയാണ്. അപ്പോൾ എന്തായാലും കറണ്ട് വന്നിട്ട് കാണാം, അല്ലെങ്കിൽ നാളെ രാവിലെ കാണാം. ഇന്നലെ കറണ്ട് വന്നതുണ്ടല്ലോ, ഒരു 7 മണി 8 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇന്ന് രാവിലെ എനിക്ക് കുളിച്ച് റെഡി ആയിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്തോളൂ. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം നമ്മുടെ ഈ ചെറിയ ബാഗിലേക്ക് ആക്കി, മറ്റേ നമ്മുടെ ബാക്ക് പാക്കിലേക്ക് ബാക്കിയുള്ളതും ടോപ്പ് ബോക്സിലേക്കുള്ള സാധനങ്ങളൊക്കെ ആക്കി അവിടെ ഒരു ലോക്കർ റൂം പോലെയുണ്ട്, അവിടെ കൊണ്ട് കൊടുത്തു. ബൈക്കിൻ്റെ കാര്യത്തിൽ മാത്രമേ ഒരു കൺഫ്യൂഷൻ ഉള്ളൂ. ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങണ്ടേ. പുല്ലാന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജീപ്പ് എടുത്തിട്ട് പോകണമെന്ന്. ശരിക്കും ബൈക്ക് കൊണ്ടുപോകാം, പക്ഷേ ഇന്നലെ അവിടെ പോലീസുകാരനെ കണ്ടില്ലേ, അപ്പോൾ ആൾ പറയുന്നുണ്ട് നമ്മുടെ കല്ല് വീണിട്ടുണ്ട്, ആ വഴി പോകാൻ പറ്റില്ല എന്ന്. ഈ മുകളിൽ കൂടെയുള്ള വഴിയാണ് ബദ്രീനാഥിലേക്ക് പോകുന്ന റൂട്ട്. നമ്മളിത് താഴത്തേക്ക് ഇവിടുന്ന് ഇറങ്ങി വന്നു. ഈ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഗുരുദ്വാരയുണ്ട്. ഈ ഗുരുദ്വാരയുടെ അവിടെ നമുക്ക് ബൈക്ക് കൊണ്ടുവയ്ക്കാം, അല്ലെങ്കിൽ മുകളിൽ പുല്ലാന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ട്, അവിടെ വരെയും കൊണ്ടുവയ്ക്കാം. ഗുരുദ്വാരയുടെ അവിടെ വയ്ക്കുന്നേക്കാളും ഇവിടെ വയ്ക്കുകയാണ് കുറച്ചും കൂടി സേഫ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ബൈക്ക് അവരോട് ചോദിച്ചപ്പോൾ ഇവിടെ വെച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നാൽ ഇവിടെ വെച്ച് പതുക്കെ അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. ഇത് രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ. സമയം ഇപ്പോൾ 6 മണിയാണ്. ഞാൻ 5 മണിക്ക് 5-5:15 റെഡി ആയതാണ്, പക്ഷെ നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ നേരത്തെ ഇറങ്ങിയില്ല, മഴയൊന്ന് തോർന്നിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. വെറുതെ നനഞ്ഞിട്ട് തുടങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. രാത്രി ഒട്ടും ഇതില്ലായിരുന്നു കേട്ടോ, മഴക്കാറോ സ്റ്റാർസൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ക്ലിയർ ആയിട്ടുള്ള സ്കൈ ആണെന്നൊക്കെ. പക്ഷേ ഇതേ ഇന്ന് രാവിലെ ഇപ്പോൾ കണ്ടോ മൊത്തം മൂടിക്കെട്ടി അന്തരീക്ഷമാണ്. ഇങ്ങനത്തെ ഒരു അന്തരീക്ഷം. സൈഡിൽ അളഗ്നന്ദ ഒഴുകുന്നുണ്ട്. ആ കാണുന്നുണ്ടല്ലോ ലക്ഷ്മൺ ഗംഗ എന്ന് പറഞ്ഞിട്ടൊരു റിവറാണ്, ആ വരുന്ന റിവർ. അപ്പോൾ അളകനന്ദയിൽ അത് വന്ന് ജോയിൻ ചെയ്യാണ്. ഇപ്പോൾ ഇവിടുന്ന് കുറേ ദൂരം നമുക്ക് ബ്യുന്ദർ എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലം, ഈ ട്രക്കിൽ പോകുമ്പോൾ ഈ ലക്ഷ്മൺ ഗംഗയുടെ സൈഡിൽ കൂടെയാണ് നമ്മൾ ഈ ബ്യുന്ദർ വരെ എന്താ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്കറിയില്ല, മാപ്പിൽ അത് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ റേഞ്ച് ഭയങ്കര കുറവാണ്. ഇവിടുന്ന് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി റേഞ്ച് ഉണ്ടാവില്ല, ഇൻ്റർനെറ്റ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ക്യാഷൊക്കെ ക്യാരി ചെയ്യണം. കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം എല്ലാം സെറ്റാണ്. 2 ദിവസത്തേക്ക് 2-3 ദിവസത്തേക്കുള്ള തുണി, റെയിൻകോട്ട്, വേണ്ട ബേസിക് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു ചായ കുടിച്ചിട്ട് പോയിട്ടോ. ചായ വയ്ക്കും, ചായ തന്നെ ചക്കര. ഇവിടെ സൈഡിൽ വടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു വടി എടുത്താലോ എന്ന് വിചാരിക്കുകയാണ്, കുത്തിപ്പിടിച്ച് നടക്കാൻ കുറച്ചും കൂടി സൗകര്യം ഉണ്ടാവും നടക്കാൻ വേണ്ടിയിട്ട്. കിത്തയാണ് 20 രൂപ മേലെത്താം. ആരോ ഉപയോഗിച്ച് തഴമ്പിച്ച വടിയാണ് കേട്ടോ, എന്നിട്ട് ആരോ കൊണ്ടുവച്ചേക്കണതാണ്. അതാണ് നല്ലത്, കുറച്ചും കൂടി പുതിയത് ഉപയോഗിക്കണേക്കാൾ. പാലത്തിൻ്റെ അവിടെ എത്തിട്ടോ. പുല്ലിൻ്റെ അവിടെ വണ്ടികളുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു വണ്ടി കയറി ഇരിക്കാം. എത്ര രൂപ എന്നൊക്കെ ചോദിക്കട്ടെ ആദ്യം. एक आदमी അങ്ങനെ നമ്മളിതേ ഇവിടെ എത്തിയിട്ടോ. ഏകദേശം ഒരു
15 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും, 15-20 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും. 4 കിലോമീറ്റർ നല്ല സുഖമായിട്ട് ഓടിച്ചെത്തി. ബൈക്കൊക്കെ സുഖമായിട്ട് കൊണ്ടുവരായിരുന്നു. പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവിടെ വെക്കാൻ സ്ഥലമുണ്ട്, ബൈക്ക് വെക്കാൻ സ്ഥലമുണ്ട്. അപ്പോൾ ബൈക്ക് കൊണ്ടുവരാം കേട്ടോ. വരണ വഴിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ളൊന്നുമില്ല, ഹെയർ പിൻ റോഡുകളാണ്, അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല ബൈക്കിൽ വരാൻ. അപ്പോൾ നമ്മുടെ കൂടെ ഒരു ഗ്രൂപ്പ് ഓഫ് പഞ്ചാബീസ് ഉണ്ടായിരുന്നുണ്ടോ, സർദാർസ് ഉണ്ടായിരുന്നു. നല്ല ഒച്ചയും വെള്ളമായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ. എനിക്കൊന്നും മനസ്സിലായിരുന്നില്ല, ചില കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞൊക്കെ മനസ്സിലായി, പക്ഷേ ജനറലി ഒന്നും മനസ്സിലാവേണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് അതൊക്കെ നടന്നു തുടങ്ങാം. ഇങ്ങനെ അത്ര കമ്പനിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ സംസാരിക്കുന്നില്ലായിരുന്നു. ആരെങ്കിലും കിട്ടുമായിരിക്കും, ഒരു കമ്പനി ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ച് ഇങ്ങനെ നടക്കാമല്ലോ. ഇതാണ് ബൈക്ക് പാർക്കിംഗ് കേട്ടോ. സർക്കാരി പാർക്കിംഗ് പുല്ലാന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഇവിടെ വണ്ടി വയ്ക്കാവുന്നതാണ്. ഇതിപ്പോൾ മഴ ആയതുകൊണ്ടാണ് കേട്ടോ തിരക്കില്ലാത്ത, അല്ലെങ്കിൽ ഈ ഭാഗം മൊത്തം ചിലപ്പോൾ വണ്ടികളായനെ. അഖില ഓക്കെ താങ്ക് യു. ഇവിടെ സൈഡിലൊരു കൗണ്ടർ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഋഷികേശ് എന്നുള്ള പേപ്പർ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്താ ഋഷികേശ് എന്നുള്ള പേപ്പറിന്ന്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ പേര്, ഫോൺ നമ്പർ, ആധാർ, ഒരു എമർജൻസി നമ്പർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ എഴുതി മേടിക്കുന്നുണ്ട്. എത്ര പേര് മുകളിലേക്ക് പോയി, എത്ര പേര് തിരിച്ചു വന്നു എന്നുള്ളതിൻ്റെ കൗണ്ട് എടുക്കാനത്ര. അപ്പോൾ അവിടെ 3 പെൺകുട്ടികൾ ഇരിക്കുന്നുണ്ട്, അവരാണ് അതൊക്കെ ചെയ്യണത്. പിന്നെ നമുക്കിനി ഈ വഴി നടക്കാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ നമ്മളെ ചുമന്നുകൊണ്ട് പോകും കേട്ടോ. ഇവിടെ ചെറിയ ഇങ്ങനെ കൊട്ട പോലത്തെ സീറ്റ് ഇതേ കണ്ടോ, ഇതുപോലത്തെ സീറ്റ് ഇതിങ്ങനെ കേദാർനാഥ് പോകുമ്പോഴൊക്കെ കാണാം, ചില സിനിമയിലും കണ്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ. അപ്പോൾ അതുപോലെ സീറ്റിൽ നമുക്ക് ഇരിക്കാം. ഇതുപോലെ ഒരു സാധനം ഇട്ട് തരും, എന്നിട്ട് അവിടെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവർ ചുമലിലേറ്റി കൊണ്ടുപോകും കേട്ടോ. ഭയങ്കര കഷ്ടപ്പെട്ടൊരു പണിയാണിത്, ആൾക്കാർ അതെടുത്തിട്ട് പോകുന്നു. ഇതുപോലെ ചുമലിൽ കയറ്റും നമ്മളതിൻ്റെ തിരുത്തിയിട്ട്. ഇവൻ ബാഗും അതുപോലെ കൊണ്ടുപോകുന്നുണ്ട്, ബാഗ് ചുമക്കാൻ വയ്യെങ്കിൽ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് കുറേ ഇതുപോലെ ഓൺലൈൻ ആർട്ടിക്കിൾസ് വായിച്ചു കേട്ടോ. ഞാൻ വീഡിയോസ് കാണാറില്ല ഒരു സ്ഥലത്ത് പോകുന്നതിന് മുമ്പ്. ചിലപ്പോൾ ആ വീഡിയോസ് ഞാൻ എടുക്കുന്നതായിട്ട് ഭയങ്കര ഇൻസ്പയർഡ് ആയി പോകും, അതുകൊണ്ട് വീഡിയോസ് കാണാറില്ല. ഞാൻ ഇരുന്ന് വായിക്കുമ്പോൾ എല്ലാവരും എഴുതിയിരുന്നത് എത്രത്തോളം ലഗേജ് കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറയ്ക്കാനാണ്. എൻ്റെ ലഗേജ് മാക്സിമം ഒരു 5 കിലോ ഉണ്ടാവുള്ളൂ, അത്രയും ഉണ്ടാവില്ല. മുകളിലൊരു നല്ല അടിപൊളി വെള്ളച്ചാട്ടം. ഓടപ്പഞ്ഞല്ല കേട്ടോ, പ്ലാസ്റ്റിക് എത്തിക്കണേ പുകയാ സൈഡിൽ. നമ്മളൊരു ചെറിയ കയറ്റമൊക്കെ കയറി തുടങ്ങി കേട്ടോ. കയറ്റം തുടങ്ങിയപ്പോൾ ഇവിടെ കുതിരകളും മ്യൂളുകളെ കൊണ്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കി ഈ ഷെഡ് നിറച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കൊട്ടയിലിരിക്കാൻ വയ്യ, നടക്കാനും വയ്യ എന്നുണ്ടെങ്കിൽ മ്യൂളിനെ എടുക്കാം. മ്യൂളിനെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തിരുന്നിട്ട് അവിടെ വരെ പോവാം. എനിക്ക് തോന്നുന്ന ഒരു 2-3 മണിക്കൂർ സേവ് ചെയ്യാൻ പറ്റും നടക്കുന്നതിനേക്കാൾ ഇതിൻ്റെ പുറത്തിരുന്നാൽ പറ്റും എന്നാണ് എനിക്ക് മനസ്സിലായത്. പറയാമെന്നറിയോ, വരുന്ന വഴി മുഴുവൻ ഇതിൻ്റെ ചാണകമാണ്. റോട്ടിലിങ്ങനെ കാണാം കുറേ ആയിട്ട്, കുറേ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ട്. കുതിരപ്പുറത്ത് അല്ലെങ്കിൽ മ്യൂളിൻ്റെ പുറത്ത് പോകണമെങ്കിൽ ഒരാൾക്ക് ഒരു സൈഡ് 1900 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഒരു സൈഡ്. പിന്നെ ലഗേജ് വെയിറ്റ് കൂടുതലല്ലെങ്കിൽ അതിന് വേറെ. ലഗേജിന് ആൾക്കാരെയൊക്കെ കാശ് കൂടുതലായിട്ട് അവിടെ എഴുതി കണ്ടു കേട്ടോ. അതിൻ്റെ ക്ലിപ്പ് ബാക്കിലിടാം. കുറേ സ്ഥലം എനിക്ക് വായിച്ചിട്ട് മനസ്സിലായില്ല. क्या बना रहे हैं सर? हाँ, एनर्जी ड्रिंक. अच्छा, सब मिलके. കറക്റ്റ് 1 മണിക്കൂർ 8 മിനിറ്റ് ആയിട്ട് നടക്കണു. അപ്പോൾ ഞാൻ ബ്രേക്ക് എടുത്തിട്ടില്ല, ഇത്ര നേരമായിട്ട് എവിടെയും നിർത്തിയിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല. അപ്പോൾ നടന്നു പോകുമ്പോൾ ഒരു മണ്ണിൻ്റെ ഒരു പാത്രത്തിൽ ആൾക്കാർ എന്തൊരു സാധനമായിട്ട് അരയ്ക്കണുണ്ട് കേട്ടോ. കണ്ടായി എന്നാട്ടോ ഇതിന് പറഞ്ഞത്. കുറേ ഡ്രൈ ഫ്രൂട്ട്സും പാലും ഒക്കെ ഇട്ടിട്ട് മിക്സ് എനർജി ഡ്രിങ്ക് ആണെന്ന് പറഞ്ഞു കേട്ടോ. കുടിച്ചോ കേട്ടോ. എന്തൊരു പുളിയൊക്കെ ഉണ്ട്, ചെറുതായിട്ട് എവിടെയോ ലസ്സിയുടെ ടേസ്റ്റ് ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ, എന്തോ പണ്ടെപ്പോഴോ ബദാമില്ലേ, നമ്മൾ ബദാമിൻ്റെ കുരു പൊട്ടിച്ച് കഴിക്കില്ലേ, ആ ഒരു സാധനം കല്ലുകൊണ്ട് ഇടിച്ച് അതിൻ്റെ ഉള്ളത്തെ പരിപ്പ് കഴിക്കില്ലേ, ആ ടേസ്റ്റ് ആട്ടോ. ഡേറ്റ്സ് ഉണ്ട്, മുന്തിരിങ്ങ ഉണ്ട്, നാളികേരം ഉണ്ട്, പിന്നെ ഗ്രാമ്പു ഉണ്ട്, പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, പഞ്ചസാര ഇട്ടുണ്ട് കേട്ടോ. പാലും നല്ല തണുപ്പ്.
അടിപൊളി 80 രൂപ കേട്ടോ. തണ്ണിമത്തൻ്റെ കുരുണ്ട്, കാജു, മറ്റേ അണ്ടിപ്പരിപ്പുണ്ട്, കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ബെടി ഇലാച്ചി എന്ന് പറഞ്ഞിട്ടൊരു സാധനം അത് ഞാൻ ആദ്യമായിട്ട് കാണാം. പിന്നെ ഏലക്ക, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, ഗ്രാമ്പൂ എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട്. എന്തായാലും നല്ല റിഫ്രഷിംഗ് ആയിരുന്നു കേട്ടോ. ഈ ഇങ്ങനെ കടയിൽ കയറി കണ്ട ലിംകയും ഫാൻറ്റയും ഇങ്ങനത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കണേക്കാൾ നല്ലതാണ് ആ സാധനം കുടിക്കുന്നത്. നല്ലതായിരുന്നു. ഒരു സർദാർ ഇപ്പോൾ നടന്നു പോകുന്നുണ്ടായിരുന്നു കേട്ടോ. വേഗം വന്നിട്ട് എനിക്ക് 2 പൾസ് തന്നിട്ട് പോയിട്ടോ. 2 പൾസ്. എനിക്കാണെങ്കിൽ പൾസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് പുതിയൊരു ഫ്ലേവറാണോ അല്ലെന്ന് തോന്നുന്നു. എനിക്കിഷ്ടമാണ് പൾസ്. അപ്പോൾ ആളെ പൾസ് തന്നിട്ട് പോയി. നല്ല മഴക്കാറായിരുന്നു. ഇപ്പോൾ ഇതേ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ വെച്ച് ശരിക്കും പെടുന്നാണ് വിചാരിച്ചത്. ഇവിടെയൊക്കെ ഓരോ സാധനങ്ങൾ വിൽക്കണുണ്ടോ. വേവിച്ച കടല, തേങ്ങയുടെ കൊത്ത്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇവിടെ വിൽക്കുന്നുണ്ട്. പഴം, വെള്ളരിക്ക, നാരങ്ങ വെള്ളം, കുതിര വിൽക്കാനില്ല കേട്ടോ. नहीं थैंक यू. थोड़ी ले लो. थोड़ा सा बस. चलो कोई बात नहीं. चलो खाते चलो. ഓയ് ഇതുണ്ടെങ്കിൽ ലക്ഷ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെയിൽ വന്നു, നല്ല വെയിൽ. കൊള്ളാം. ഇതാണ് ഈ പഞ്ചാബികളുണ്ടല്ലോ, ഭയങ്കരമായിട്ട് കൊടുക്കും കേട്ടോ. അവരുടെ ലങ്കറായാലും ശരി, ജനറലി അവർ ഭയങ്കരമായിട്ട് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. ഇറങ്ങിയിട്ട് നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് 2 മണിക്കൂർ 15 മിനിറ്റ് ആയിട്ടോ. ഞാൻ 2 മണിക്കൂറിൽ റെസ്റ്റ് എടുക്കാൻ നിർത്താമെന്ന് വിചാരിച്ചാണ്. ഇതുവരെ നിർത്തിയിട്ടില്ല, കണ്ടിന്യൂസ് ആയിട്ട് നടക്കുക തന്നെയാണ്. അവിടെ ആ സാധനം കുടിക്കാൻ നിർത്തുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞി കട കണ്ടു കേട്ടോ. അപ്പോൾ അവിടെ ഒരു ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും കഴിക്കാൻ കിട്ടുകയാണെങ്കിൽ കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് തോട് തന്നെ എടുക്കണം. വേറെ ക്ഷീണമൊന്നുമില്ല. ഈ ബാഗ് ഇങ്ങനെ ഇട്ടിട്ട് അധികം വെയിറ്റ് ഇല്ല പറയുമ്പോൾ, പക്ഷേ ബാഗ് ഇട്ടിട്ട് ഈ ഭാഗം ഫാൻ എടുക്കണം. അപ്പോൾ ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് പിന്നെയും യാത്ര തുടരാം. ഇവിടെ നിന്ന് നിറച്ച് ഹലോ नमस्ते जी, सत श्री अकाल. क्या मिलेगा भाई खाने में? पराठा और मैगी. एक पराठा है ना. വന്നിരുന്നൊന്ന് റെസ്റ്റ് എടുത്തപ്പോഴത്തേക്കും പറാട്ട വന്നു കേട്ടോ. നല്ല ചൂട് പറാട്ട, ആലു പറാട്ട കേട്ടോ. വിശപ്പോണ്ടാണോന്ന് അറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. അടിപൊളി പറാട്ട. താങ്ക് യു. ഭക്ഷണമൊക്കെ കഴിച്ചിറക്കി കേട്ടോ. അവിടെ 2 പിള്ളേരുണ്ടായിരുന്നു, പഞ്ചാബിൽ നിന്നുണ്ടായിരുന്നു, അമൃത്സറിൽ നിന്ന്. അവർ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു. ചാനലിൻ്റെ പേര് ചോദിച്ചു, എന്താ ചെയ്യണേ, എങ്ങനെ ചെയ്യണേ, കുടുംബം കുട്ടികളൊന്നും ഇല്ലേ, ഇങ്ങനെ നടന്നാൽ മതിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരിങ്ങനെ വർത്താനം പറയുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഈ വഴിയാണ് ഇങ്ങോട്ട് പോകേണ്ടത് കേട്ടോ, ഗംഗാരിയിലേക്ക്. ഇതെന്ത് പൊട്ടിപ്പൊളിഞ്ഞ വഴിയാത്ര, ഇത് പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ്. ഇവിടെയൊക്കെ ആൾക്കാർ നല്ലോണം പണിയെടുത്തുകൊണ്ട് നമുക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം കേട്ടോ. അവിടുന്ന് യാത്ര തുടങ്ങിയ പിന്നെ ഫുൾ കോൺക്രീറ്റ് ഇട്ട്, അതായത് പാറക്കല്ലും കോൺക്രീറ്റും കൂടി ചേർത്തിട്ട്, അല്ലാണ്ട് ചെളിയോ അങ്ങനെ ഒന്നുമില്ല. ചില പോയിന്റിൽ മാത്രം ഇങ്ങനെ വെള്ളം ഒലിച്ച് പോകുന്നൊക്കെ ഉള്ളത് ഭയങ്കര സ്മൂത്തായിട്ട് നടന്നു പോകാം. ഇവിടെ സൈഡിലൊരു മെഡിക്കൽ റിലീഫ് എന്തോ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും മരുന്നിൻ്റെയൊക്കെ ആവശ്യം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസ്കിതകളൊക്കെ തോന്നുകയാണെങ്കിൽ ഇവിടെ അതെ MRP മെഡിക്കൽ റിലീഫിന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കർണാടകയിലുള്ളവർക്കാണെങ്കിൽ ഇപ്പോൾ MRP കണ്ടു കഴിഞ്ഞാൽ മനസ്സിലൊരു മോഹമൊക്കെ വരും. പക്ഷേ ഇത് ആ MRP അല്ല, ഇത് മെഡിക്കലിൻ്റെ MRP ആണ് കേട്ടോ. 2 घंटे लगता है. अच्छा, और आराम से. और ये कौन सा पर्वत है? ये भाई साहब यहाँ से माना बॉर्डर पड़ता है ना, हाँ उधर वाला. अच्छा, मलारी बॉर्डर. हाँ मलारी. हाँ ये वाला नंदा देवी के वो. हाँ वही है ना. पता है ना, नाम पता है? नाम भाई जी हमारे इधर तो ऐसे ही लोकल में बोलते हैं. हाँ द्रोणगिरी पर्वत. हाँ द्रोणगिरी यही है. अच्छा. ओके, इसके पीछे. हाँ. कई बार होता है सीजन में. हाँ चलता हूँ. हाँ ആളുടെ പേസിൽ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. ആൾ നല്ല സ്പീഡിലാണ് പോണേ. സ്പീഡിലല്ല, പക്ഷെ ഞാനിങ്ങനെ പതുക്കെ പോണേ. പക്ഷെ ആ പേസ് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അകത്തൊരു തൂക്കുപാലുണ്ട് കേട്ടോ. ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടാണ് നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് എത്താൻ. ഇവിടെ ഇതേ മറ്റേ ഠണ്ടായി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പയ്യൻ കിടില സാധനമാണ്. അപ്പോൾ എന്തായാലും ഇതേ ഇരുമ്പിൻ്റെ തൂക്കുപാലാണ്. ഈ അടുത്തെപ്പോഴും പണിഞ്ഞേക്കണമെന്ന് തോന്നുന്നു കേട്ടോ. പുതിയതാണ്.
താഴെ അപ്പുറത്ത് പണ്ട് റോപ്പ് വേ പോലെ എന്തോ സംഭവം ഉണ്ടായിരുന്നു അപ്പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം അതല്ല, അതിന് പകരം ഈ പാലാണ്. ഹലോ, വെൽക്കം ബ്രദർ. ആ, താങ്ക് യു. പൊറാട്ട കഴിക്കാതിരിക്കുമ്പോൾ അവിടെ കണ്ട ആൾക്കാരാട്ടോ. താഴെ ലക്ഷ്മൺ ഞങ്ങൾ എഴുതി നോക്കിയ എന്ത് രസമാണ്. കുറച്ച് നേരമായിട്ട് കുത്തനെ കയറ്റാട്ടോ. ഈ ലാസ്റ്റ് സ്ട്രെച്ച് ഭയങ്കര ടയറിങ് ആണ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഒരു ഇത്തിരി ബോറിങ് കൂടി ആട്ടോ. കുറച്ച് കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു രസമാണ്. അപ്പം അങ്ങനെ ഒറ്റയ്ക്ക് നടന്ന് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ ഭാഗത്ത് ഇതുപോലെ കല്ലുകൾ കിടക്കുന്നുണ്ടോ, അതിന് നല്ലൊരു കല്ലെടുക്കുക. എന്നിട്ട് നല്ല ഉന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഉന്നം വെച്ചിട്ട് എൻ്റെ മുകളിലൊക്കെ ഇങ്ങോട്ട് എറിയുക. എന്നിട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കുക. നല്ല അഡ്വഞ്ചർ ആയിരിക്കും. എന്തോരാന്നറിയോ, തേനീച്ചക്കൂടുകൾ, വലിയ വലിയ തേനീച്ചക്കൂടുകളാട്ടോ. ഇത്രയും പൂക്കളൊക്കെ അല്ലേ അവിടെ. ഇവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ പൂക്കൾ കാണുമ്പോൾ അങ്ങനെ. അപ്പോൾ ഇതൊക്കെ പൂക്കൾ തന്നെയാണ്. പിന്നെ വാലി ഓഫ് ഫ്ലവേഴ്സിൻ്റെ ഭാഗത്തൊക്കെ വർക്ക് ചെയ്യണ തേനീച്ചകളായിരിക്കും. ചിലപ്പോൾ അവിടെയൊക്കെ റെൻറ്റ് കൂടുതലായതുകൊണ്ട് ഔട്ട്സ്കേർട്സിൽ വന്ന് താമസിക്കുന്നതായിരിക്കും. നമ്മൾ നടന്ന് ഒരു വാലിയിലെത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന തന്നെയാണ് നമ്മുടെ ഗംഗാരിയാന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ആൾക്കാർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഹെലിപ്പാഡ് ഉണ്ട്. ഹെലിപ്പാഡിൻ്റെ മുകളിലാണ് ക്രിക്കറ്റ് കളിക്കുന്നത്. കുറേ ആൾക്കാരുണ്ട്. ഇത് ഇവിടുത്തെ ലോക്കൽസ് ആണോ അതോ വന്ന ടൂറിസ്റ്റ് ആണോ എന്ന് അറിയില്ല കേട്ടോ. പിന്നെ ആ ഭാഗത്ത് കുറേ ടെൻറ്റുകളുണ്ട് കേട്ടോ. അങ്ങനെ ഗ്ലാമ്പിങ് പോലത്തെ ഓപ്ഷൻസ് ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലം കിട്ടുന്നതാണ് ഞാൻ വായിച്ചത്. പക്ഷേ ടെൻ്റല്ല, അല്ലാതെ സ്ഥലം കിട്ടും. ടെൻറ്റിന് എത്രയാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ കണ്ടിട്ട് കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ അത് ഹെലിപ്പാഡ് ക്രിക്കറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ശരിക്കും ടയർഡാണ് കേട്ടോ, ശരിക്കും അടുത്തുപോയി. അപ്പോൾ ഇത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടൂറിസ്റ്റ് റെസ്റ്റ് ഹൗസ് ഗംഗാരി. അപ്പോൾ ഇത് ഗംഗാരി തന്നെയാന്ന് തോന്നുന്നു കേട്ടോ. GMVൻ്റെ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ മഴയ്ക്കുള്ള ഷെഡുണ്ട്. ഞാൻ കുറച്ചും കൂടി നടന്ന് നോക്കട്ടെ എവിടെയാണ് റൂം താമസിക്കാൻ കിട്ടുക നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നൊക്കെ വരാം. അപ്പോൾ ഏകദേശം ഒരു 5-5.5 മണിക്കൂറായി ഉണ്ടാവും കേട്ടോ നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട്. ഞാനൊരു 7-8 മണിക്കൂറാണ് പ്രതീക്ഷിച്ചത് ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ അതിലും പെട്ടെന്ന് എത്തി. കുറച്ച് ഡീസൻ്റായിട്ടാണ് നടന്നിരുന്നത്, അധികം റെസ്റ്റ് ഒന്നും എടുക്കാണ്ട് അങ്ങനെ ഒരു പേസിൽ ഇങ്ങനെ നടക്കുമായിരുന്നു. ഇവിടെ റൂം വരുന്ന കണ്ടു കേട്ടോ. ടെൻറ്റും ഉണ്ട്. ആ ദിഖാദോ സാഫ് കറിക്ക് മില്ലേങ്ങ. ആദ്യം കണ്ടൊരു ഹോട്ടലിൽ കയറി ചോദിച്ചു കേട്ടോ. അവിടെ കയറി ചോദിച്ചപ്പോൾ ടെൻറ്റ് തരാമെന്ന് ആദ്യം പറഞ്ഞു. 2 ടെൻറ്റ് ഉണ്ട്, അതിന് 1000 രൂപയാണ് പറഞ്ഞത്. പിന്നെ റൂമിനും എത്ര അതിലും കൂടുതൽ എന്താ പറഞ്ഞത്. അവസാനം ഇപ്പോൾ 700 രൂപയ്ക്ക് റൂം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ടെൻറ്റ് തരാമെന്ന് ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ചിലപ്പോൾ കൂടുതൽ ആൾക്കാർ ടെൻറ്റ് നോക്കിയിട്ടായിരിക്കും വരണത്, അപ്പോൾ റൂം എടുത്തോ, ടെൻറ്റ് വേറെ ആൾക്കാർ വരുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതെടുത്തു. 700 രൂപ ഡീസൻ്റാണ്. അപ്പോൾ ബാത്റൂം അകത്തുണ്ട്. ടെൻറ്റിനാണെങ്കിൽ ബാത്റൂം പുറത്താണ്. അവിടെ നിന്ന് പണി നടക്കാമെന്നൊക്കെ അവർ പറഞ്ഞു. ഇതാണ് റൂം, സാധാരണ റൂം കേട്ടോ. ധാരാളം മതി. 2 ദിവസം നമ്മൾ അപ്പോൾ ഇവിടെ കിടക്കും. ശരിക്കും അടുത്ത് പോയിട്ടോ. ഞാൻ പക്ഷേ കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്ന് വിചാരിച്ചത്. അവസാനത്തെ ഒരു മേ ബി ഒരു 2 hours കൂടുതൽ ഭയങ്കര കട്ടിയായിരുന്നു. നല്ല കുത്തനെ കയറ്റായിരുന്നു. 13 കിലോമീറ്റർ നമ്മൾ നടന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് കേട്ടോ. നമ്മുടെ ഗോവിന്ദ്ഘാട്ടിൽ നിന്ന് ഇങ്ങോട്ട് മൊത്തം 13 കിലോമീറ്റർ. ഗോവിന്ദ്ഘാട്ടിൽ നിന്നല്ല, നമ്മുടെ വണ്ടി ഇറങ്ങിയിട്ട് അവിടെ നിന്ന് 13 കിലോമീറ്റർ. ഞാൻ സുഖമായിട്ട് അങ്ങോട്ട് കിടന്ന് ഉറങ്ങിപ്പോയിട്ടോ. നല്ലോണം വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു. വയ്യായല്ല, നല്ല ക്ഷീണമായിരുന്നു. വന്നു കിടന്നു ഉറങ്ങി. അപ്പോൾ ഇവിടെ ഹെലിപ്പാഡ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഹെലികോപ്റ്റേഴ്സ് വന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് കേട്ടോ എനിക്കണേ. ഇട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ നല്ല തിരക്ക് കേട്ടോ. നിറച്ചിങ്ങനെ ട്രക്ക് ഗ്രൂപ്പ്സ് ഒക്കെ പോകുന്നുണ്ട്. അപ്പം അങ്ങനെ പോകുന്നൊരു ട്രക്ക് ഗ്രൂപ്പിൽ ഒരു ട്രക്ക് ലീഡറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇത് തന്നെയാണോ ഈ ഗംഗാരിയ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു ഗംഗാരി അല്ല, ഘാംഗ്രിയ എന്നാണ് പറയാന്ന് പറഞ്ഞു. ഓക്കെ ശരി. അപ്പോൾ ഘാംഗ്രിയല്ലേ, ശരിക്കും ഇതൊക്കെ ഘാംഗ്രിയയുടെ ഭാഗമാണ്. പക്ഷേ മെയിൻ ഘാംഗ്രിയ ഇവിടുന്ന് ഒരു 200 മീറ്ററും കൂടി പോകണത്ര. അപ്പോൾ 200 മീറ്ററും കൂടി പോയാൽ അവിടെ കൂടുതൽ. അപ്പോൾ ഞാൻ വായിച്ചറിഞ്ഞ ഘാംഗ്രിയയിലും ഇതുപോലെ കുറേ സ്റ്റേസ് ഉണ്ട്, കുറേ വീടുകളുണ്ട്. സമയം 6 മണി കേട്ടോ. അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഘാംഗ്രിയയിലേക്ക് പതുക്കെ നടക്കാമെന്ന്. ഷൂസൊക്കെ ഇട്ടു, വടിയൊക്കെ എടുത്തു, ബാഗ് അവിടെ വെച്ചിട്ട് നമ്മുടെ പേഴ്സ് മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാത്തിനും ഡബിൾ റേറ്റ് ആണ് കേട്ടോ. എല്ലാത്തിനും അത് കുറ്റം പറയാൻ പറ്റില്ല. സാധനങ്ങളൊക്കെ ഇത്ര മുകളിലേക്ക് കയറ്റിക്കൊണ്ട് വരുന്നതുകൊണ്ട് ഇത് കൂടുതലാണ്. ഇപ്പോൾ ചായക്ക്
30 രൂപ. ഞാൻ ഒരു കുർക്കുറെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 15 രൂപയുടെ കുർക്കുറേന് 30 രൂപ കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഈ ഹെലികോപ്റ്റർ സർവീസ് 3000 രൂപയുള്ളൂ. അപ്പോൾ ഞാൻ ആലോചിക്കണേ, ഈ ആൾക്കാർ കുതിരേനെ മ്യൂളിനൊക്കെ എടുത്തിട്ട് വരണം എന്തിനാണ്? 2000 രൂപ മ്യൂളിന് കൊടുക്കണം ഒരു സൈഡ്. പിന്നെ ഇവിടെ വന്നിട്ട് സ്റ്റേക്ക് എങ്ങനെ പോയാലും മിനിമം ഒരു 500 രൂപയെങ്കിലും ആവില്ലേ? ഇങ്ങനെയായാലും ഭക്ഷണം വരുന്ന വഴിക്ക് കഴിക്കുന്ന അതും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ അത് എങ്ങനെയായാലും 3000 രൂപയായപ്പോൾ ഇവിടെ തലേദിവസം വരണേക്കാൾ നല്ലത് രാവിലെ ഹെലികോപ്റ്റർ എടുത്ത് അവിടെ ഇങ്ങോട്ട് വരുമല്ലേ. അതാണ് കുറച്ചും കൂടി ഫീസിബിൾ എന്ന് തോന്നുന്നു. ഒരു കുതിരേനെ വെറുതെ നടത്തണമല്ലോ. കുളത്ത് ബാഗില്ലാത്തതിൻ്റെ ഒരു ചെറിയൊരു അഹങ്കാരം കാണിക്കാൻ പോകട്ടോ. ആ വഴിയാണ് നമുക്ക് പോകേണ്ടത്. അതിന് വരെ നമ്മളിവിടെ ഒരു ഷോർട്ട് കട്ട് എടുക്കാമെന്ന് വിചാരിക്കാം. ഈ വടി ഇഷ്ടമായിട്ടോ. ഓരോ സാധനം കാണിച്ചു തരാൻ നിങ്ങൾക്ക് എളുപ്പമുണ്ട്. ഇതേ അവിടെ ഒരു മരം, അതിന് മുകളിൽ ഒരു തത്താന്നൊക്കെ പറഞ്ഞ് മാക്സിമം 2 മിനിറ്റ് നടന്നുണ്ടാവും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളിത് ഗാംഗിരി എത്തിട്ടോ. ഇത് ഞാൻ വായിച്ചറിഞ്ഞ ഗാംഗിരി തന്നെയാണ്. നിറച്ച് വീടുകളും ലോഡ്ജും ഹോം സ്റ്റേക്ക് ആയിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ. ദോശ വരെ കിട്ടും കേട്ടോ. ഫുഡ് മസാജ്, ദോശ, ബർഗർ എല്ലാം ഇവിടെ കിട്ടും കേട്ടോ. അങ്ങനെ പിന്നെ ഒരു ചെറിയ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, ഒരു ചെറിയ ഹോസ്പിറ്റൽ പോലെ ഉണ്ട്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള മൊത്തം ഹോട്ടൽസ് അങ്ങനെയാണ് കേട്ടോ. ഹോട്ടൽസ്, റെസ്റ്റോറൻ്റ് ഒക്കെ ആയിട്ട് നന്നായി തോന്നുന്നു ഇങ്ങോട്ട് വരാത്തത്. ഭയങ്കര കൊമേഴ്ഷ്യലൈസ്ഡ് ആയിട്ട് ഭയങ്കര തിരക്ക് പിടിച്ചൊരു സ്ഥലം. പിന്നെ ഇവിടെ ഒരു GMVN ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ഉത്തരാഖണ്ഡ് വരുമ്പോൾ സ്ഥിരം കാണുന്നതാണ്. അറ്റ്ലീസ്റ്റ് ഈ ഗഡ്വാൾ റീജിയനിലെന്ന് തോന്നുന്നത്. ഗഡ്വാൾ മണ്ഡൽ വികാസ് നിഗം ലിമിറ്റഡ്. നമ്മുടെ നാട്ടിലെ നമ്മുടെ KTDC ഒക്കെ ഇല്ലേ, അതുപോലെ ടൂറിസ്റ്റ് ഗവൺമെൻറ് ടൂറിസം ഇതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഹോം സ്റ്റേ ഹോട്ടലൊക്കെ പോലെ അവിടെ ഉണ്ട്. അങ്ങനെ നടന്ന് ഗാംഗ്രിയ ടൗണിൻ്റെ ഒരു ഫുൾ വ്യൂ ഇടുന്ന ഒരു ഭാഗത്തെത്തിയേക്കാണ് കേട്ടോ. ഇതാണ് ഗാംഗ്രിയ. നിറച്ച് ഹോട്ടൽസ്. ഞാൻ പക്ഷെ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. പിസ്സ വരെ കിട്ടും ബ്രോ, പിസ്സ വരെ. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്ര സാധനങ്ങൾ എൻ്റെ മുകളിലേക്ക് എത്തിക്കണ്ടേ? ഹെലികോപ്റ്ററിൽ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, എല്ലാം ഈ കുതിരപ്പുറത്താണല്ലോ. പിന്നെ ഈ കാണുന്നൊക്കെ ഉണ്ടല്ലോ, ഈ കാണുന്ന ഷെഡുകളൊക്കെ ഇല്ലേ ഇവിടെ, ഈ ഷെഡ് ഇത്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് മറ്റേ ഈ ധാരാവി പോലെ കാണുന്നത് ഭാഗം മൊത്തം കുതിരകൾ താമസിപ്പിക്കുന്ന ഷെഡുകളാണ് കേട്ടോ. ഇതിൻ്റെ അകത്തൊക്കെ ഈ കയറി വന്ന കുതിരകളാണ്. ഞാൻ ആലോചിക്കണേ, ഇവിടെ കാണുന്ന ഓരോ ഇപ്പോൾ സിമെൻ്റ് ആയാലും ഒരു ചെറിയ മുട്ടുസൂചി, ഓരോ പാറക്കല്ല്, അത് ഈ പോസ്റ്റ് ആണെങ്കിൽ കൂടെ എല്ലാം ഈ കുതിരകൾ കൊണ്ടുവന്നതല്ല, എല്ലാം ഈ കുതിരകളാണ്. അപ്പോൾ ഇത് ശരിക്കും കുതിരകൾ പണിഞ്ഞെടുത്ത ഒരു റോമാണ്. ഗാംഗ്രിയ വാസ് നോട്ട് ബിൽഡ് ഇൻ എ ഡേ എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ അതിങ്ങനെ ആലോചിച്ച് ഞാനിങ്ങനെ കയറി വരുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കുതിരകളെയൊക്കെ ട്രീറ്റ് ചെയ്യണത് ഭയങ്കര മോശമായിട്ടാണ്. ഇന്നിപ്പോൾ കയറി വരുന്ന വഴിക്ക് വളരെ ചുരുക്കം പേരാണ് ഇതിനെങ്ങനെ സ്നേഹത്തോടെ. ഇപ്പോൾ ഒരു കുതിരനെ റാണി എന്ന് വിളിക്കുന്നത്, അത് വിളിക്കുന്ന കേട്ടാൽ അറിയാം സ്നേഹത്തോടെയാണ്. വേറെ ചിലർ ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് ഈ ഷെഡിൻ്റെ സൈഡിലായിട്ട് ഒരു കുതിരയ്ക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ ഞൊണ്ടിയാണ് നിൽക്കണേ. അപ്പോൾ അതിലേക്ക് ഇഞ്ചക്ഷനിലേക്ക് മിക്സ് ചെയ്യാൻ എടുക്കുന്ന വെള്ളം ഇവിടെ താഴെ ഒഴുകി പോകുന്നൊരു വൃത്തികെട്ടൊരു കാനയുണ്ട്. ആ കാനയിൽ നിന്ന് വെള്ളം എടുത്തിട്ടാണ് സിറിഞ്ചൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേത്ത് കുത്തി വയ്ക്കണം. ഇത്രയും ചെയ്താലും കുതിരകൾക്ക് പിന്നെയും ടോർച്ചറാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് നേരം ഇവിടെയൊക്കെ കറങ്ങി നടന്നിട്ട് ഇനി അങ്ങോട്ട് കയറി പോകുന്നില്ല കൂടുതൽ. കാരണം നമ്മുടെ അടുത്ത വീഡിയോൻ്റെ ഫണ്ട് നഷ്ടപ്പെടും അതിൽ പോയി കഴിഞ്ഞാൽ. അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, കണ്ടപ്പോൾ തന്നെ ഞാൻ കണ്ടു തിരിച്ചു. നാളെ രാവിലെ വൃത്തിയായിട്ട് നമുക്കത് കാണാം. നിങ്ങൾക്ക് കാണാണ്ട ബാക്കിൽ വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ അവിടെ ഭക്ഷണം എന്തെങ്കിലും കിട്ടും നമ്മൾ താമസിക്കുന്നിടത്ത്. ചിലപ്പോൾ ഉണ്ടല്ലോ ഈ ഭാഗത്ത് ഒരു 200 റുപ്പീസിന് കുറവിന് കിട്ടുമായിരിക്കും. ഞാൻ അവിടെ 700 കൊടുക്കുന്നത് ചിലപ്പോൾ ഇവിടെ ഒരു 500-നൊക്കെ കിട്ടുമായിരിക്കും. കാരണം ഇത്രയും കോമ്പറ്റീഷനിലുണ്ട്. ചിലപ്പോൾ അവർ വേണമെങ്കിൽ പ്രൈസ് റെഡ്യൂസ് ചെയ്യും, ചിലപ്പോൾ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് ഒന്നിരുട്ടുമ്പോൾ അതൊക്കെ തിരിച്ച് നടക്കും. നാളെ രാവിലെ എത്തിയിട്ട് നമ്മൾ വാലി ഓഫ് ഫ്ലവേഴ്സിലേക്ക് പോകാനാണ് പ്ലാൻ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ.